ജാതിയുടെ പേരിൽ ബന്ധുക്കൾ ഉയർത്തിയ കടുത്ത പ്രതിരോധം തകർത്ത് കമിതാക്കൾക്ക് CPM ഓഫീസ് കതിർ മണ്ഡപമായി. മിശ്ര വിവാഹങ്ങൾക്കും ജാതി മതരഹിത വിവാഹങ്ങൾക്കും വേദിയും സംരക്ഷണവും നൽകാൻ തമിഴ്നാട്ടിലെ CPMന്റെ മുഴുവൻ പാർട്ടി ഓഫീസുകളും തുറന്നു കൊടുക്കുമെന്ന സംസ്ഥാന സെക്രട്ടറി P. ഷൺമുഖത്തിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് തിരുവാരൂർ ജില്ലയിലെ തിരുത്തുറൈപ്പുണ്ടിയിലെ പാർട്ടി ഓഫീസ് വിവാഹവേദിയായത്. 2025 ഓഗസ്റ്റ് 27 ബുധനാഴ്ച വിനായക ചതുർത്ഥി ദിനത്തിലായിരുന്നു വിവാഹം. തിരുവാരൂർ ജില്ലയിലെ തിരുത്തുറൈപ്പുണ്ടിക്കടുത്തുള്ള വരമ്പിയത്ത് താമസിക്കുന്ന വധുവും ബിരുദാനന്തര ബിരുദധാരിയുമായ അമൃത കഴിഞ്ഞ 8 വർഷമായി പുതുക്കോട്ടയിലെ മാത്തൂരിലെ സഞ്ജയ് കുമാറുമായി പ്രണയത്തിലായിരുന്നു. സഞ്ജയ് കുമാർ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദാനന്തര ബിരുദമുള്ളയാളാണ്. തിരുച്ചിയിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു ഇരുവരും വ്യത്യസ്ത സമുദായ അംഗങ്ങളാണ്. ബന്ധുക്കൾ കടുത്ത എതിർപ്പ് ഉയർത്തിയെങ്കിലും ഓഗസ്റ്റ് 27 നാഗപട്ടണത്തെ മുരുകൻ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്താൻ സമ്മതിച്ചു. ക്ഷണക്കത്തുകൾ അച്ചടിച്ചു. വധുവിന്റെയും വരന്റെയും ബന്ധുക്കളെ ക്ഷണിച്ചു. എന്നാൽ വിവാഹ ദിവസം വരനോ ബന്ധുക്കളോ ക്ഷേത്രത്തിൽ എത്തിയില്ല. സഞ്ജയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇതേ തുടർന്നാണ് അമൃതയുടെ ബന്ധുക്കൾ തിരുവാരൂരിലെ CPM നേതാക്കളെ വിവരം അറിയിച്ചത്. അവർ തിരുത്തുറൈപ്പുണ്ടിയിലെ പോലീസിൽ പരാതി നൽകി. വിവാഹത്തെ എതിർത്ത് സഞ്ജയ് കുമാറിന്റെ അമ്മാവൻ വിവാഹം തടയുന്നതിനായി വരനെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. പോലീസിന്റെ സഹായത്തോടെ സഞ്ജയെ അവിടെ നിന്ന് മോചിപ്പിച്ച് തിരുത്തുറൈപ്പുണ്ടിയിൽ എത്തിച്ചു. പോലീസിന്റെയും CPM പ്രവർത്തകരുടെയും കാവലിൽ പാർട്ടി ഓഫീസിൽ വെച്ച് വിവാഹം നടത്തുകയും ചെയ്തു. തിരുവാരൂർ ജില്ലാ സെക്രട്ടറി T. മുരുകയ്യന്റെ സാന്നിധ്യത്തിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം IV. നാഗരാജനാണ് വിവാഹം നടത്തിയത്. വിവാഹത്തിനു ശേഷം വരനും വധുവും പോലീസ് സ്റ്റേഷനിലെത്തി സംരക്ഷണം ആവശ്യപ്പെട്ടു. ഇരുവരുടെയും ബന്ധുക്കളുമായി സംസാരിച്ച് പ്രശ്നങ്ങൾ തീർക്കാൻ പോലീസ് ശ്രമം തുടങ്ങിയിട്ടുണ്ട്. മിശ്ര വിവാഹങ്ങൾക്ക് സംരക്ഷണം നൽകാനായി CPM ഓഫീസുകൾ തുറന്നു കൊടുക്കുമെന്ന് മനുഷ്യാവകാശ സംഘടനയായ എവിഡൻസ് സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കവെയാണ് പാർട്ടി സെക്രട്ടറി അറിയിച്ചത്. സംസ്ഥാനത്ത് ദുരഭിമാന കൊലകൾ തുടരുകയും മിശ്ര വിവാഹിതർക്ക് സംരക്ഷണം നൽകുന്നതിന് ഔദ്യോഗിക സംവിധാനം ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനമെന്ന് അദ്ദേഹം പറഞ്ഞു.